ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിക്ക് മുന്നിലാണ് ഇപ്പോഴുള്ളത്. ചിറയൻകീഴ് റെയിൽ ഓവർ ബ്രിഡ്ജ് പണി എന്തായി എന്ന ചോദ്യത്തിന് ഉത്തരം തേടിയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. സ്റ്റീൽ ഗർഡറുകൾ ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. പിയറുകൾക്കിടയിൽ 4 ഗർഡർ വീതമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇടവിട്ടാണെങ്കിലും ഡെക്ക് കോൺക്രീറ്റിംഗ് നടന്നിട്ടുണ്ട് പല സ്ഥലത്തും. സർവീസ് റോഡുകൾ ഒന്നും തന്നെ പണി തുടങ്ങിയിട്ടില്ല. രേഖകൾ പ്രകാരം 4/1/2021 പണി തുടങ്ങിയിരിക്കുന്നത്. കോൺട്രാക്ടർ SPL ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. 394 മീറ്റർ ആണ് ഇതിൻ്റെ ദൂരം. വിഡ്ത്ത് 10.7 മീറ്റർ. പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് 26.21 കോടിയാണ്. 12 മാസമാണ് നിർമ്മാണ കാലാവധിയായി നിശ്ചയിച്ചിരിക്കുന്നത്. അതിപ്പോൾ കഴിഞ്ഞിട്ട് ഏകദേശം 3 കൊല്ലത്തോളം ആവാറായി. ഫിസിക്കൽ പ്രോഗ്രസ് 62% അവസാനത്തെ കണക്കായി കാണിച്ചിരിക്കുന്നത്. സാമാന്യം ബുദ്ധിമുട്ടുള്ള റെയിൽവേ ലൈനിന് മുകളിലുള്ള ഗർഡർ സ്ഥാപിക്കുന്ന പണികളും ഡെക്ക് കോൺക്രീറ്റിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. റെയിൽവേയുടെ അനുമതി കിട്ടാൻ താമസിക്കുന്നതുകൊണ്ട് ഇതുപോലെയുള്ള പല പ്രോജക്റ്റുകളും ഡിലേ ആവാറുണ്ട്. പക്ഷേ ഇവിടെ അതിൻ്റെ പണി എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ദൂരത്തിൽ സർവീസ് റോഡിൻ്റെയും ഡ്രെയിനിൻ്റെയൊക്കെ പണികൾ ഏകദേശം ആരംഭിച്ചിട്ടുണ്ട്. ഡ്രെയിനിൻ്റെ പണി ഏകദേശം പൂർത്തിയായി. സർവീസ് റോഡിൻ്റെ ബേസ് ലെയർ ആയിട്ടേ ഉള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും ഇതൊന്നും പൂർത്തിയായിട്ടില്ല. ചില സ്ഥലങ്ങളിൽ തുടങ്ങിയിട്ട് പോലുമില്ല. ഈ ഭാഗത്തെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ സമീപമുണ്ടായിരുന്ന ഒരു നാട്ടുകാരനായ ഒരു വ്യക്തി പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
312 സബ്സ്ക്രൈബേഴ്സുള്ളൊരു ചാനലിൽ ഇത് പറയുന്നത് കൊണ്ട് എന്താണ് വിശേഷം എന്ന് എനിക്കറിയില്ല. എന്നാലും അദ്ദേഹം പറഞ്ഞത് അതേപടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പണികളിലെ വേഗതയില്ലായ്മയും തന്മൂലം പ്രദേശവാസികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുമാണ് അദ്ദേഹം പ്രധാനമായും പങ്കുവച്ചത്. അവസ്ഥ ഇതുകൂടെ പറഞ്ഞോളൂ. മറ്റേ ഇരിക്കുന്ന നമ്മൾ ബിസിനസ് കൊണ്ടിരിക്കുന്ന നമുക്ക് തന്നെ വലിയ ബുദ്ധിമുട്ട്. കടയ്ക്കകത്താണ് കളി അടിച്ചു തരണം. എനിക്ക് ഈ അവസ്ഥ അവരുടെ അടുത്ത് പറഞ്ഞ് കുഴിച്ചിട്ട് അന്ന് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അവരത് ചെയ്തില്ല. ഒരാഴ്ച കഴിഞ്ഞു. ഇതിന് മുമ്പേ 6 മാസം ഉണ്ടല്ലോ, 6 മാസം അവരിങ്ങനെ കുഴിച്ചിട്ടിരുന്നതാണ്. എന്നിട്ട് വിളിച്ചു പോയപ്പോഴത്തേക്കാണ് മണ്ണ് തിരിച്ചു വാരി കിട്ടുന്നത്. എന്ത് കാരണം കൊണ്ടാണ് ഇത്രയും സാമാന്യം ചെറുതായ ഒരു പ്രോജക്റ്റിന് ഇത്രയും കാലതാമസം എന്ന് മനസ്സിലാകുന്നില്ല. ഇതിന് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ അരൂർ തുറവൂർ പോലെയുള്ളൊരു ബൃഹത് പദ്ധതി ഏകദേശം 1.5-2 വർഷം കൊണ്ട് തന്നെ 50% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ജനപ്രതിനിധികളോ ഒന്നും ഇടപെടുന്നില്ല എന്നുള്ളത് ഖേദകരമാണ്. പറഞ്ഞു നമുക്ക് തന്നെ മടുത്തു എന്നുള്ളതല്ലാതെ തിരുവനന്തപുരം ജില്ലയിൽ പൊതുവിലും ആറ്റിങ്ങൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും നടക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളുടെ ഗതി വളരെ ശോചനീയമാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷൻ്റെ റീഡെവലപ്മെൻറ്റ് പ്രോജക്റ്റാണ്. 12 കോടി മുടക്കി അമൃത് ഭാരത് സ്കീമിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. പാർക്കിംഗ് യാർഡ് 100 വാഹനങ്ങൾക്ക് വേണ്ടിയുള്ളതും അതേപോലെ തന്നെ എൻട്രൻസിൻ്റെയും മറ്റും പണികളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പാലംപണിയെപ്പറ്റി സമീപത്തുണ്ടായിരുന്ന ചില ഓട്ടോ ചേട്ടന്മാരുടെ ഞാൻ സംസാരിക്കുകയുണ്ടായി. അവർക്കും പറയാനുള്ളത് പണികളുടെ വേഗമില്ലായ്മയും ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി പോലെ വളരെ സുപ്രധാനമായിട്ടുള്ളൊരു മെഡിക്കൽ ഫെസിലിറ്റിയിലേക്കുള്ള യാത്രയിലെ ബുദ്ധിമുട്ടുകളുമൊക്കെയാണ് അവർക്കും പറയാനുണ്ടായിരുന്നത്. എന്തായാലും 2026 തീർക്കാനുള്ള വേഗമില്ലായ്മയോ ആണ് ഈ പണികൾക്കുള്ളതെന്നും ആ ഉത്തരത്തിന് പിന്നിലെ രാഷ്ട്രീയ യുക്തി ഞാൻ കാണികൾക്ക് വിട്ടുതരികയാണ്.